നമസ്കാരം 9 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന്. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക്. കൊച്ചി തമ്മനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. തകർന്നത് 1,38,00,000 ലിറ്റർ ശേഷിയുള്ള ടാങ്ക്. പാലക്കാട് അട്ടപ്പാടിയിൽ പുലിയുടെ ആക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർക്ക്. ആക്രമണം ഇന്നലെ രാത്രി 8 മണിയോടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചെന്ന ആരോപണത്തിൽ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന്. പഠന റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ആരോപണത്തിൽ ഉറച്ച് വേണുവിന്റെ കുടുംബം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വീട്ടിൽ നിന്നുണ്ടായ അണുബാധയെന്ന് ആശുപത്രി അധികൃതർ. മരിച്ചത് കരിക്കകം സ്വദേശി ശിവപ്രിയ. ചികിത്സാ പിഴവെന്ന് ആവർത്തിച്ച് കുടുംബം. ബീഹാറിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ. 2ാം ഘട്ടത്തിലെ ജനവിധി 122 മണ്ഡലങ്ങളിൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ വൈകിട്ട് മുതൽ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രണ്ടുപേരെയും റാന്നി കോടതിയിൽ ഹാജരാക്കും. സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. സന്നിധാനത്തെ തെളിവെടുപ്പ് മണ്ഡലകാലത്തിന് മുൻപ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ അന്വേഷണ സംഘം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മാരകായുധങ്ങളുമായി നടുറോഡിൽ 3 അംഗ സംഘത്തിന്റെ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. ആക്രമിച്ചത് കളിയാക്കിയെന്നാരോപിച്ച്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്ക കടത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. രാജ്യം നേരിടുന്നത് ഗുരുതര പ്രതിസന്ധി. രാജ്യത്തിന്റെ കടം 37.8 ലക്ഷം കോടി ഡോളറായി ഉയർന്നു. ഫെഡറൽ കടത്തിന്റെ GDP അനുപാതം 100%. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താൻ സാധ്യതയേറുന്നു. CSKയും രാജസ്ഥാൻ റോയൽസും ധാരണയിലെത്തിയെന്ന് സൂചന. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാം കരണും രാജസ്ഥാനിലേക്ക്. IPL ഗവേണിംഗ് കൌൺസിലിന് ഉടൻ സമ്മതപത്രം കൈമാറിയേക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന്. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്ന് തന്നെ തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. 12 മണിക്കാണ് വാർത്താ സമ്മേളനം. 2 ഘട്ടമായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുള്ളത്? ആര്യ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ VV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. അരുണിലേക്ക് എത്താം. ചില സാങ്കേതിക തടസ്സങ്ങൾ. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തീയതി പ്രഖ്യാപനം അത് ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം. അരുൺ, തുടരാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന്റെ വാർത്താ സമ്മേളനം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം തന്നെയാകും പ്രധാനപ്പെട്ട ആ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശം. നേരത്തെ തന്നെ ഇന്നോ നാളെയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. 2 ഘട്ടമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യത. അതിന് കാരണം പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മട്ടന്നൂർ ഒഴികെയുള്ള മട്ടന്നൂർ നഗരസഭ ഒഴികെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പലയിടത്തും പ്രശ്നബാധിത ബൂത്തുകളും പ്രശ്നബാധിത പ്രദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ സന്നാഹം എല്ലായിടങ്ങളിലും ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണയും ആ രീതിയിലായിരുന്നു. ഡിസംബർ ആദ്യ ആഴ്ച ആദ്യ ഘട്ടം അല്ലെങ്കിൽ നവംബർ അവസാന ആഴ്ചയും ഡിസംബർ ആദ്യ ആഴ്ചയുമായി 2 ഘട്ടങ്ങളും നടക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഡിസംബർ 20 മുമ്പ് പുതിയ ഭരണസമിതികൾ അധികാരത്തിലേൽക്കുന്ന തരത്തിലാകും ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണം. എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു വെല്ലുവിളിയുള്ളത് ഇതിന് സമാന്തരമായി തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളും പുരോഗമിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടികയും ഡിസംബർ പകുതിയോടുകൂടി പുതിയ പട്ടിക വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
രണ്ട് ജോലികളും ഒരേ ഉദ്യോഗസ്ഥർ BLOമാരും അതുപോലെ തന്നെ സംസ്ഥാന ജില്ലാ കളക്ടർമാരടക്കമുള്ളവരും ഈ ജോലികളിൽ വ്യാപൃതരാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായി ആദ്യം ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അത് കൃത്യമായി ക്രമീകരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിലാണ് പുരോഗമിച്ചത്. അതേ വേഗത്തിൽ തന്നെ വോട്ടർ പട്ടിക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികളും പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തകർക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതേസമയം തന്നെ വോട്ടർ പട്ടിക പുതുക്കലിലും നിയമ നടപടിയുമായും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോഴും BJP ഒഴികെയുള്ള പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോഴും താഴെത്തട്ടിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അവരുടെ വോട്ടുകൾ ചേർക്കാനുള്ള അത് ഒഴിവാകാതെ ഇരിക്കാനുള്ള ശ്രദ്ധ കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായും മാറുകയാണ്. ഇതിനകം തന്നെ പലയിടങ്ങളിലും കോൺഗ്രസും ഇന്നലെ തിരുവനന്തപുരത്ത് BJPയും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചുവരെഴുത്തും പ്രചരണവും ഒക്കെ അടുത്ത തലത്തിലേക്ക് കടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ LDFന്റെ സ്ഥാനാർത്ഥികളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി V. ജോയ് പ്രഖ്യാപിക്കും. അത്തരത്തിൽ മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ തയ്യാറാണ്. സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനും BJPക്കും ഒക്കെ ഉണ്ട്. തുടർച്ചയായി തകരാറിലാകുന്ന ആരോഗ്യവകുപ്പിലെ സംവിധാനങ്ങൾ, അതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ട്. സർക്കാരിന്റെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ BJPയുടെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അന്വേഷണം SITയുടെ പ്രത്യേക അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്നു. പക്ഷേ സർക്കാരും ഇടതുമുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെ തങ്ങൾക്ക് അനുകൂലമായി ഇത്തവണയും ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വലിയ പ്രതീക്ഷ. വലിയ ക്ഷേമ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അത് പലതും ഇതിനകം നടപ്പാക്കി തുടങ്ങിയിട്ടുമുണ്ട്. ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കിയതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. അതുവഴി ഇത്തവണയും തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്ക് പോലെ മികച്ച വിജയം നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയും. 25% എന്ന വോട്ട് വിഹിതമാണ് BJPയുടെ സ്വപ്നം, BJPയുടെ ലക്ഷ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളായ അമിത്ഷാ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ ഇത്തവണ തിരിച്ചുവരവിനുള്ള പാതയാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീടില്ല എന്ന തരത്തിലേക്കാണ് കോൺഗ്രസിന്റെ ചിന്താഗതി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ, പലപ്പോഴും അത് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളതെങ്കിൽ പോലും സെമി ഫൈനൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. പാർട്ടികൾക്ക്, മുന്നണികൾക്ക് അവരുടെ തന്ത്രങ്ങൾ പരീക്ഷിക്കാനുള്ള ഘട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ നഗരസഭയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പോലും പരീക്ഷണത്തിന്റെ ഉദാഹരണമാണ്. അത്തരത്തിൽ കോൺഗ്രസും ഒരു പരീക്ഷണശാലയായി, പരീക്ഷണഘട്ടമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അവരും തിരിച്ചുവരവിന്റെ വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിക്ക് മൂന്നാമതും നിയമസഭയിൽ തുടർഭരണം നിലനിർത്തണമെങ്കിൽ ഇവിടെ മെച്ചപ്പെട്ട പ്രകടനം നടത്തണം. അവരുടെ ആത്മവിശ്വാസത്തെ അത്രയധികം ഉയർത്തുന്ന കാര്യമാണ്. കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ഇവിടെ വലിയൊരു വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം അനിവാര്യമാണ്. BJPക്കാകട്ടെ വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു, വലിയ രീതിയിൽ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ശക്തമാകുന്നു, BJPയിൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് തെളിയിക്കണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കണം. കഴിഞ്ഞ തവണ 2 നഗരസഭകളാണ് പന്തളവും പാലക്കാടും BJP ഭരിച്ചത്. രണ്ടിടത്തും വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. തിരുവനന്തപുരം നഗരസഭ ഇത്തവണ ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അവരുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ DGP, സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ കൂടിയായ ആർഷീലേഖ അടക്കമുള്ള പ്രമുഖരുടെ നിരയാണ് BJP ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, VV രാജ് ഉൾപ്പെടെ നേതാക്കൾ മത്സരിക്കാനിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ BJPയും വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ ആവേശത്തോടുകൂടി, വലിയ തയ്യാറെടുപ്പോടുകൂടി മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുകയാണ്. കഴിഞ്ഞ തവണത്തേക്ക് വ്യത്യസ്തമായി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പലയിടങ്ങളിലും ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആര്യ, അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഗൗരവത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള സൂചനകൾ, നിർണയമൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും പ്രമുഖമായ മുഖങ്ങളെ, പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പലയിടത്തും ഇറക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒന്നാം ഘട്ടം നടക്കാൻ പോകുന്നത് ഈ നവംബർ അവസാനത്തോടെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളം ഒക്കെ മാത്രമേ ഒരുപക്ഷെ ഈ മുന്നണികൾക്കെല്ലാം ഔദ്യോഗിക പ്രചാരണത്തിന് ലഭിക്കുകയുള്ളൂ. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും എല്ലാം ഒട്ടുമുക്ക എല്ലായിടത്തും കൃത്യമായ ധാരണയിലേക്ക് എല്ലാ മുന്നണികളും എത്തിയിട്ടുണ്ട് അല്ലേ?
തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പലയിടത്തും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. നമുക്ക് അറിയാം, സാധാരണഗതിയിൽ ഏറ്റവും പിന്നിലാകാറുള്ളത് കോൺഗ്രസ് ആണ്, UDF ആണ്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ആദ്യം സ്ഥാനാർത്ഥികൾ ഇറക്കിയതും ഏതാണ്ട് ഒരു റൗണ്ട് അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പര്യടനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ശബരിനാഥിനെ പോലെ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ നേതാവിനെ, KPC ജനറൽ സെക്രട്ടറി, 2 തവണ MLA ആളെയാണ് ഒരു വാർഡിൽ മേയർ സ്ഥാനാർത്ഥിയായി മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. അവർ നേരത്തെ പ്രചരണം തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പലയിടത്തും CPM ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അനൌദ്യോഗികമായി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ചുവരെഴുത്തുകളും പലയിടങ്ങളിലും ഇതിനകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. BJP ആകട്ടെ പദയാത്രകളിലൂടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും, നഗരവുമായി ബന്ധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുടെ പദയാത്രകളിലൂടെയാണ് BJPയും ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. CPM ആകട്ടെ വികസന യാത്രകളാണ്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ, വികസന സ്വപ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വികസന യാത്രകളിലൂടെയാണ് ഇടതുമുന്നണി CPM ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിവച്ചത്. നമുക്കറിയാം, വാർഡ് വിഭജനം വളരെ പ്രധാനപ്പെട്ടതാണ്. വാർഡ് വിഭജനത്തിലൂടെ തന്നെ പലയിടങ്ങളിലും CPM അവർക്ക് അനുകൂലമാക്കി വാർഡുകൾ മാറ്റി, വാർഡുകൾ വെട്ടിയൊരുക്കി എന്ന വിമർശനം പ്രതിപക്ഷവും BJPയും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തുടങ്ങി CPMന്റെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. അതിൽ തന്നെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് എതിർ രാഷ്ട്രീയ കക്ഷികൾ പോലും പറയുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരാനാകുമെന്ന പ്രതീക്ഷയാണ് BJPക്കും കോൺഗ്രസിനും ഒക്കെയുള്ളത്. പക്ഷേ ഇടതുമുന്നണി വളരെ കൃത്യമായി എപ്പോഴും ഉള്ളതുപോലെ തന്നെ ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും അവർ പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരത്തേതടക്കം ഇന്ന് ഉണ്ടാകും. തിരുവനന്തപുരത്തെ CPM 75 സീറ്റുകളിൽ നഗരസഭയിലേക്ക് മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ, ഡിവിഷനുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു. കോൺഗ്രസിന്റെയൊക്കെ ശൈലിയിൽ നേരത്തെ CPMന്റെ രീതിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളെ, പുതുക്കക്കാരെ ഇറക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നേറുക എന്നത്. കോൺഗ്രസ് ഇത്തരം ശൈലി സ്വീകരിക്കുന്നു. ഇപ്പോൾ CPM ഒട്ടും പിന്നോട്ട് പോകില്ല. നമുക്കറിയാം, തച്ചോട്ടുകാവിൽ, തിരുവനന്തപുരത്തിന് ഉദാഹരണം എടുത്താൽ തച്ചോട്ടുകാവിൽ വാർഡിൽ 21 വയസ്സ് കഴിഞ്ഞ ദിവസം പൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, അജന്യ എന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ അവർ സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടികളടക്കം, അതുപോലെ തന്നെ യുവാക്കളെ അടക്കം ഇറക്കി, അതുപോലെ മുതിർന്ന ആളുകളെയും പരിസര ആളുകളെ ഇറക്കി തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക. BJP അത്തരത്തിൽ വളരെ ജനകീയരായ, വളരെ യുവത്വമുള്ള ആളുകളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് BJP, അതുപോലെ തന്നെ ഈ ശ്രീലേഖയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റുകളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് പത്മിനി തോമസിനെ പോലെ മുൻ ഒളിമ്പ്യനെ, അത്തരം ആളുകളെ കൂടി ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെട്ടിരുന്ന പേരാണ് പത്മിനി തോമസ്. പക്ഷേ ഇത്തവണ പത്മിനി തോമസ് എത്തിയിരിക്കുന്നത് BJP പാളയത്തിലാണ്. BJPയുടെ പാളയം വാർഡിലെ സ്ഥാനാർത്ഥിയായി പത്മിനി തോമസ് മത്സരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ഒരു ഉദാഹരണമായി എടുത്താൽ ഇത്തരത്തിൽ എല്ലാ തലങ്ങളിൽ നിന്നുള്ള വിദ്യാസമ്പന്നർ, അതുപോലെ തന്നെ ഭരണരംഗത്ത് മികവ് തെളിയിച്ചവർ, കായിക രംഗത്ത് മികവ് തെളിയിച്ചവർ, അങ്ങനെ എല്ലാത്തരം ആളുകളെയും, വിദ്യാർത്ഥികൾ, അങ്ങനെ എല്ലാത്തരം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പട്ടികയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും, BJPയും കോൺഗ്രസും ഇതിനകം പുറത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ CPMന്റെയും സമാനമായ പട്ടിക തന്നെ പുറത്തുവരുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അരയും തലയും മുറിക്കും എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. എങ്കിൽ പോലും അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് മുന്നണികൾ കളം പിടിക്കാൻ ഇറങ്ങുന്നത്. ഇത്തവണ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് 3 മുന്നണികളും തയ്യാറെടുക്കുന്നത്. ആ ത്രികോണ പോരാട്ടം പലയിടങ്ങളിലും നമുക്ക് കാണാനാകും. ഇടതുമുന്നണിക്ക് ഇത്തവണയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വലിയ ഭൂരിപക്ഷം, വലിയ നേട്ടം നിലനിർത്തിയേ മതിയാകൂ. കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ഇവിടെ തന്നെ കരുത്ത് തെളിയിക്കണം. ഇവിടെ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രകടനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. BJPക്കാകട്ടെ എപ്പോഴും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രവചിക്കപ്പെടുകയും അവസാനം അത് ഉണ്ടാകാതെ പോവുകയും ചെയ്യുന്ന ഒരു ചീത്തപ്പേരുണ്ട്. ആ ദുഷ്പേര് മാറ്റിയെടുക്കാൻ BJPക്കും ശ്രമിക്കണം. അമിത്ഷാ നേരിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. അങ്ങനെ BJPയും വലിയ തയ്യാറെടുപ്പിലാണ്. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല CPM നൽകിയിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാകും വരാൻ പോകുന്നത്. ആര്യ, യെസ്, തീർച്ചയായും. VV അരുണാണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊച്ചി തമരത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു. ഇതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 1,38,00,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. കൊച്ചിയിൽ 30%-ലധികം മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. വെളുപ്പിന് 2 മണിക്ക് ശേഷമാണ് ഈ തമ്മനത്തുള്ള വാട്ടർ ടാങ്കിൻ്റെ ഭിത്തി ഒരു ഭാഗം തകർന്നു വീണത്. 1,35,00,000
ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത്. തകർന്നതിന് ശേഷം ഈ പ്രദേശവാസികളുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും വാഹനങ്ങൾക്ക് കേടുപറ്റുകയും മതിലുകളെല്ലാം ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞു പൊളിയുകയും അവിടെയുള്ള ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആളുകളെല്ലാം പരിഭ്രാന്തിയിലായിരുന്നു. കാരണം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആദ്യമായാണ് ഇത്തരം ഗുരുതരമായ ഒരു ടാങ്ക് പൊട്ടലുണ്ടായത്. മുൻകാലങ്ങളിൽ വെള്ളം ലീക്ക് ചെയ്യുമായിരുന്നു, ഓവർഫ്ലോ ചെയ്യുമ്പോൾ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു ടാങ്ക് പൊട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. അതിന് മാത്രം ഭയാനകമായ രീതിയിലാണ് വെള്ളം കുത്തൊഴുക്കുണ്ടായത്. ആളുകളെല്ലാം പരിഭ്രാന്തിയിലാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളും ആളുകളുടെ വീട്ടിൽ വെള്ളം കയറി ഫ്രിഡ്ജ് അടക്കമുള്ള സാധനങ്ങൾ നശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് സ്ട്രക്ചറൽ ഫെയില്യൂറാണ്. ഇന്നലെ മിഡ് നൈറ്റ് ഒരു 2:30 to 40 AM ഇത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ശേഷം കുറേ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. താങ്ക് ഗോഡ് ജനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വാലാവട്ടെ, പിന്നെ വീട്ടിനകത്താവട്ടെ, പിന്നെ കുറച്ച് വെഹിക്കിൾസ്ക്കും എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു 30% കൊച്ചിൻ കോർപ്പറേഷനുടെ കുടിവെള്ളത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരും. ചെറുനൂൽ പഞ്ചായത്തും പിന്നെ നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇന്ന് 11 അവർ ഇറങ്ങിയിട്ടുണ്ട് കോട്ടയത്തിൽ. ഇന്ന് 11 മണിക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. എല്ലാ ഒഫീഷ്യൽസും പിന്നെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഹൗ ഡു വി ഗോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽസ് ഇപ്പോൾ എത്താനേ പോവുകയുള്ളൂ. വി വിൽ ഡു ദ അസസ്മെൻറ്റ്. എന്തെല്ലാം ഡാമേജസ് ആയിട്ടുണ്ട്, അതൊക്കെ എന്തെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ത്വരിതഗതിയിൽ വി വിൽ എൻഷുർ ദാറ്റ് ദ വർക്ക് സ്റ്റാർട്ട്സ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തമ്മനത്തുള്ള ഈ വാട്ടർ ടാങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഭിത്തിയുടെ ഒരു ഭാഗം ഇടുകയും തുടർന്ന് ഇവിടെ നിന്ന് ഈ ഭിത്തിയെല്ലാം സംരക്ഷണ ഭിത്തിയെല്ലാം തകർത്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകുകയും എല്ലാം ചെയ്ത് ഇതിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ ദൃശ്യങ്ങളാണിത്. കാരണം ചുറ്റുപാടുമുള്ള വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വീടുകളുടെ ഈ ഗേറ്റും മതിലും എല്ലാം തന്നെ തകർത്ത് അകത്തേക്ക് ഒഴുകുകയായിരുന്നു. 1.5 കോടിയിലധികം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി. ഇത് നോക്കുക, ഈ ഭാഗത്ത് എല്ലാം ഇരുചക്ര വാഹനങ്ങളടക്കം ഇതിനകത്ത് വെള്ളത്തിൽ മുങ്ങി പോയിരിക്കുന്നു. മണ്ണും അതോടൊപ്പം തന്നെ കല്ലും എല്ലാം തന്നെ അടിച്ചകത്ത് കല്ലും മണ്ണും എല്ലാം തന്നെ ഗേറ്റും ഇതെല്ലാം തകർന്നതുകൊണ്ട് വെള്ളം അതിശക്തിയായി ഇവിടേക്ക് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്ത അവസ്ഥ. പുലർച്ചയോടുകൂടിയായിരുന്നു അല്ലേ ഇത്? 2:20 വീടിന്റെ ഒരു അവസ്ഥയൊക്കെ വെള്ളത്തേക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. സൗണ്ട് കേട്ട് ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ മുകളിൽ കിടക്കണത്. അപ്പോൾ ജനൽ തുറന്ന് നോക്കിയപ്പോ തന്നെ വെള്ളത്തിന്റെ ഇരച്ച് കേട്ട് പൊട്ടിയതാന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങളപ്പോൾ ഒന്നും കൂടി മുകളിൽ പോയി കഴിഞ്ഞ് വെള്ളം പോയപ്പോൾ കൂടുതൽ പൊങ്ങിയാലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ഒഴുക്കിന് 2 മീറ്ററോളം പൊങ്ങിപ്പോയി. അതിന് പിന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് വെള്ളത്തിന് ഒഴിച്ചിരുന്നു. 4 വശത്തേക്ക് ഒഴുകി പോയി. ആദ്യം പേടിച്ചു. ചേച്ചി പറയുന്നതനുസരിച്ച് പുലർച്ചയോടുകൂടിയാണ് വെള്ളം കുത്തി ഒലിച്ച് പായുന്നത്. ചുറ്റുപാടും എല്ലാം തന്നെ മുക്കിക്കളയുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. അതിൽ പരിസരത്ത് ഈ മതിലെല്ലാം തന്നെ തകർന്നിരിക്കുന്നതാണ്. ചുറ്റുപാടുമുള്ള വീടുകളുടെ എല്ലാം തന്നെ മതിൽ തകർന്നിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെയുള്ള പൂർണ്ണമായും അത് വെള്ളത്തിൽ മുങ്ങി. അവിടെ നിന്ന് മരുന്നുകളടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. നോക്കുക, ഈ വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറാണ്. അത് ഈ രീതിയിൽ ഭിത്തി ഇടിഞ്ഞ് തകർന്നിരിക്കുന്നു എന്നതാണ്. വെള്ളത്തിൻ്റെ അത്ര ശക്തമായ ഒരു ഒഴുക്കിൽപ്പെട്ട കാറും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ, നിരവധിയായ ഇരുചക്ര വാഹനങ്ങളാണ് തകർന്നത്. എന്തായാലും ഈ വഴിയിൽ അടക്കം ഈ വഴിയിലേക്ക് വരുമ്പോൾ വഴിയുടെ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഉരുൾപൊട്ടലിന് സമാനമായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു കാഴ്ചകൾ പലയിടങ്ങളിലും. പക്ഷെ ഒരു നഗരമധ്യത്തിൽ ഇതുപോലെ ഒരു ദൃശ്യം, അത് വെള്ളപ്പാച്ചിലിൽ തകർന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാം. കാരണം വെള്ളം ഒഴുകിപ്പോയ ഒരു വഴിയാണിത്. ഏതാണ്ട് 3 മണിക്കൂറോളം ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. വളരെ പെട്ടെന്ന് അവരെ ഭയചകിതരായി. എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ കാണുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമാണ്, കുത്തപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അതിനകത്തുനിന്ന് സാധനങ്ങളും മരുന്നും എല്ലാം തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. എല്ലാവരും സഹകരണത്തോടുകൂടി അകത്ത് വൃത്തിയാക്കലടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും
പുലർച്ചെ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു ആഘാതം അതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ വൃത്തിയാക്കലടക്കം വളരെ വളരെ പെട്ടെന്ന് CITU പ്രവർത്തകരടക്കം ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് നിർവഹിക്കുകയാണ്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും മുൻപ് തന്നെ ഇവിടെ ഈ പ്രദേശത്തോടുകൂടി ഏതാണ്ട് 1.5 കോടിയിലധികം ലിറ്റർ വെള്ളം ഒഴുകിപ്പോകുന്നു. അതിന് മുഴുവൻ നാശവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അടിയന്തരമായ ഇടപെടലുകൾ വൈകാതെ ഈ ഇവിടെ ശുചീകരണം അടക്കം അതോടൊപ്പം നാശനഷ്ടങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ആളുകളുടെ ഒരു പ്രതീക്ഷ. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാനി, ഈ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം ഉണ്ടാകുന്ന സമാനമായ കാഴ്ചകളാണിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എത്രയോ വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് പകൽ സമയത്ത് എപ്പോഴെങ്കിലും ആയിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആളപായം പോലും ഉണ്ടാകുമായിരുന്നിരിക്കാം. വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു കുടിവെള്ള സംഭരണി തകർന്ന് അത് ഇങ്ങനെയൊക്കെ ആകാമോ എന്നൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുക എന്നതാണ്. കാരണം ഈ ചുറ്റുപാട് തകർത്തെറിയപ്പെട്ടിരിക്കുന്ന പോലെ തന്നെയാണ്. പൂർണ്ണമായും തന്നെയും എല്ലായിടത്തും ചുറ്റുമതിലെല്ലാം നിരവധിയായ വീടുകളുടെ ചുറ്റുമതിൽ തകർന്നു. ഒപ്പം ഈ മേഖലയിൽ അകത്ത് വെള്ളം കയറി ഇലക്ട്രോണിക് ഗൃഹോപകരണങ്ങളുണ്ട്, പലതും തന്നെ നശിച്ചു. ഞൊടിയിട കൊണ്ടാണ് വെള്ളം അകത്തേക്ക് ഇരച്ച് കയറുന്നത്. ഇപ്പോൾ ഇവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി ആക്കുവാണ്. ഈ ചരൽ കൂടിയിരിക്കുന്നതെല്ലാം ഈ വെള്ളം തകർത്ത് ഇവിടേക്ക് വന്നതാണ്. കാരണം നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ കാണാൻ പെട്ടെന്ന് ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്നു എന്നതാണ്. ഇതേപോലെ ഇവിടേക്ക് കടന്നു വരാൻ പോലും കഴിയാത്ത രീതിയിലേക്കായിരുന്നു ഇപ്പോൾ JCB എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വഴി എല്ലാം ഇവിടേക്ക് കടന്നു വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഒപ്പം സന്നദ്ധ പ്രവർത്തകർ, തൊഴിലാളി സംഘടനകൾ ഇതെല്ലാം വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട്, കാരണം ഇത് ആദ്യത്തെ ഒരു ഷോക്കിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയിപ്പോൾ വീണ്ടെടുക്കുക എന്നതാണ്. ആ പ്രവൃത്തികൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലേക്കും ഇവിടെ ഏതാണ്ടൊരു 12ഓളം വീടുകൾ നേരിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. ചുറ്റുപാട് മതിലുകളെല്ലാം തകർന്നു, ഗേറ്റ് തകർന്നു. ഒപ്പം ഇവിടെയുള്ള ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇരുചക്ര വാഹനങ്ങൾ ഇതുപോലെ ഈ രീതിയിലേക്കെല്ലാം തന്നെ ഈ ചുറ്റുപാടുകളെല്ലാം മാറുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ആളുകൾക്ക് അറിയില്ല, കനത്ത മഴയില്ല, ഒന്നുമില്ല, ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നീട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുടിവെള്ള ടാങ്ക് അത് ഇത്രത്തോളം ഭീഷണിയായിട്ട് മാറുമെന്ന് അവരും കരുതിയിരുന്നില്ല. ഏതായാലും ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഈ വീടുകളും ഇതിനകത്തുള്ള സാധനങ്ങൾ, വീടിനകത്തുള്ള ഈ സാധനങ്ങൾ ഇവിടേക്കെല്ലാം തന്നെ വെള്ളം ഇരച്ച് കയറി ഉള്ളൊരവസ്ഥയാണ് ഉള്ളത്. അതിനകത്തും ഈ സന്നദ്ധ പ്രവർത്തകർ അവരെത്തി ഇവിടേക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് എത്ര ദിവസം കൊണ്ട് ഇനി ഇതെല്ലാം പഴയപടി ആകുമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ കളക്ടറും അതോടൊപ്പം തന്നെ MLA-മാരും ഇവിടെ സന്ദർശിച്ച മടങ്ങുകയുണ്ടായി. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കും, നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു ഏകീകരണം നടക്കുകയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കൊച്ചിയുടെ 30% പ്രദേശങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കുടിവെള്ളക്ഷാമം ബാധിക്കുമെന്നതാണ്. അതിലൊരു സംശയവുമില്ല. അപ്പോൾ അതെങ്ങനെ മറികടക്കും എന്നതാണ് ഇനി അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒപ്പം ഈ പ്രദേശത്തെ ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയും കുടിവെള്ളക്ഷാമം അത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം കുടിവെള്ളം അത്ര ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു നഗരം കൂടിയാണ് കൊച്ചി. അപ്പോൾ 30% പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം സാരമായി തന്നെ ബാധിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ്. കുടിവെള്ള വിതരണം അത് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. പമ്പിങ് ഏത് രീതിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് കഴിയും. നിലവിലുള്ള ഈ വാട്ടർ ടാങ്ക് അടുത്ത് തന്നെ വേറെയും വാട്ടർ ടാങ്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടി വരും. അവിടെ കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയുമോ എന്നതടക്കം അടുത്തൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും ഇടപെടലും എല്ലാം തന്നെ വേണ്ടിവരും. 11 മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ, റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുത് തന്നെയാണ്. അത് മറികടക്കേണ്ടതുണ്ട്. അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. കുടിവെള്ള വിതരണം എന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിലെ 30% പ്രദേശങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുമെന്ന്
പറഞ്ഞിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ചേരാനല്ലൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ മേഖലകളിലായിരിക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുക. ഏതായാലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ചർച്ചകൾ തുടരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിൽ വീടുകളിലേക്ക് എല്ലാം ശുചീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുകയും ചെയ്യുകയാണ്. ചേട്ടാ ഇവിടെയുള്ളതാണോ? ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവിക്കുന്നത് അല്ലേ? 2 മണിയോടുകൂടി അല്ലേ? വെള്ളം അടിച്ചു കയറുകയായിരുന്നു. വെള്ളം അവിടുന്ന് പൊട്ടി ഒഴുകി പോരുകയാണ്. എൻ്റെ അരഭാഗം വെള്ളം എന്ന് പറഞ്ഞത് എൻ്റെ വണ്ടിയാണ് കിടക്കണത്. അങ്ങനെയാണ് മൊത്തം മിക്ക വീടുകളിലും വെള്ളം കയറുകയും ചെയ്തു. അതെല്ലാം അങ്ങോട്ട് മൊത്തം മാറ്റം കയറുകയാണ് ചെയ്യുന്നത്. കുടിവെള്ള ടാങ്ക് ഇത്ര അടുത്തുള്ള ഇങ്ങനെ ഒരു ഭീഷണി ആരും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഓവർഫ്ലോ വരുവാൻ അന്നേരം ചെറുതായിട്ടേ വരുവുള്ളൂ. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രാത്രി ആരും അറിഞ്ഞുമില്ല സംഭവം. എല്ലാവരും ഉറക്കത്തിലായിരുന്നല്ലേ സംഭവം ഉണ്ടായത്. ഇപ്പോൾ വണ്ടികൾക്ക് മിക്ക വണ്ടിക്കും കംപ്ലൈൻ്റ് ആയി. ഓട്ടോറിക്ഷയൊക്കെ ഒഴുകി അവിടം വരെയും പോയിരിക്കുകയായിരുന്നു. വണ്ടിയൊക്കെ ഒഴുകി പോവുകയായിരുന്നു. എൻ്റെ വണ്ടി മൊത്തം മുങ്ങിയിരിക്കുന്നു. നമ്മൾ കല്ലാണ് കിടക്കുന്നത്. അവിടം വരെ പോയിട്ടുണ്ട്. തള്ളിപ്പോകുന്നത് വെള്ളത്തിൻ്റെ സ്പീഡ് കൊണ്ടിട്ട് തള്ളിപ്പോകുന്നത്. ഈ രീതിയിൽ ഈ പ്രദേശത്ത് മുഴുവനായിട്ട് നാശം വിതയ്ക്കുന്ന രീതിയിലാണ്. കാരണം വളരെ അടുത്തടുത്ത വീടുകളുള്ള ഒരു പ്രദേശമാണ് കൊച്ചിയുടെ പല മേഖലകളും എന്നെല്ലാം തന്നെ പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഇത് ഇനി ഇങ്ങോട്ട് ഈ വെള്ളപ്പാച്ചിലിൻ്റെ ഒരു മേഖലയാണ്. ചുറ്റുപാടും അങ്ങോട്ട് ഇവിടം വരെ എത്തുമ്പോൾ വെള്ളം ഒഴുകിപ്പോയ ഒരു വഴിയാണ് ഇത്. ചുറ്റും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാണുന്ന ഇഷ്ടികകളും ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന മതിലും തകർത്ത് ഇവിടേക്ക് വന്നതാണ്. ഈ രീതിയിലേക്ക് അരപ്പൊക്കം വെള്ളം ഇവിടേക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവിടെ ഭിത്തിയിലെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അടയാളങ്ങളെല്ലാം തന്നെയുണ്ട്. വീട്ടിലേക്കെല്ലാം തന്നെ വെള്ളം ഇരച്ച് കയറുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വന്നു. ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും തന്നെ ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് എങ്ങനെയാണ്, എവിടെ നിന്ന് വെള്ളം വരുന്നു എന്ന്. കാരണം ഇത് ആദ്യത്തെ ഒരു അനുഭവം. കാരണം ഇതുപോലത്തെ ഒരു ഭീഷണി ഒന്നും തന്നെ ആർക്കും ഇല്ല. ഈ സാഹചര്യത്തെ കുറിച്ച് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പുലർച്ചെയാണോ ഉണ്ടായിരുന്നത്? 2:20 ആവുന്ന സമയത്താണ് ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പൊ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ നോക്കിയതാ. അപ്പൊ നോക്കിയപ്പോ മുഴുവനും വെള്ളമൊക്കെ കയറിയത്. എവിടുന്നാ വരണേന്ന് അറിയില്ല. ഇവിടെയൊക്കെ കയറി. ഞങ്ങള് മേളിലാ താമസിക്കണേ. പക്ഷെ ഒരു വെള്ളച്ചാട്ടമൊക്കെ എടുത്തിട്ട് അടുത്തൊക്കെ നിൽക്കുന്ന പോലെ ഒരു സൗണ്ടാ കേൾക്കുന്നത്. കാറ്റില്ല, മഴയില്ല. പക്ഷെ എന്താ ഇങ്ങനെ വെള്ളം മുല്ലപ്പെരിയാർ വന്നു എന്ന് വിചാരിച്ചു. അത്രത്തോളം ഭയന്നു. കാരണം എന്താണ് സംഭവിക്കുന്നത്, കാറ്റും മഴയും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം. അവർ പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഇതെന്താണ് സംഭവിക്കുക, എവിടെ നിന്നാണ് ഈ വെള്ളം വരിക എന്നത് അവർ വല്ലാതെ ഭയന്നു പോയ കുറേ നിമിഷങ്ങളായിരുന്നു കടന്നു പോയത്. ചുറ്റുപാടും വെള്ളം നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ പരിസരത്ത് കാണാൻ കിടക്കുകയും എല്ലാം തന്നെ കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് രാവിലെ ഈ സമയങ്ങളെല്ലാം തന്നെ മാറിയിരുന്നത്. വെള്ളപ്പാച്ചിൽ ഇത് ഒഴിച്ചു വന്നിരിക്കുന്ന ഇഷ്ടികകളും മറ്റൊന്നിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നത്. ഇതെല്ലാം ഇന്നലത്തെ നിമിഷം കൊണ്ട് സംഭവിച്ചതാണ്. വെള്ളം അതിൻ്റെ ഒരു ഒഴുക്കിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ ഈ പാടുകൾ ഇതിനെല്ലാം തന്നെ ഇത്രയും ശക്തിയിൽ വെള്ളം ഒഴുകുക, അതിൻ്റെ ഒരു ഉയർച്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ഒഴുകി വന്നിരിക്കുന്നതാണ്. ചുറ്റുപാടുന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന കല്ലും അതോടൊപ്പം തന്നെ ഇതെല്ലാം ഈ പരിസരത്ത് ചിതറിക്കിടക്കുകയാണ്. നല്ല രീതിയിൽ ആളുകൾ പേടിച്ചിരിക്കുന്നു. ആ സമയം എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇനിയിപ്പോൾ അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണ്. ചുറ്റുപാടും വൃത്തിയാക്കുന്നതിനും എല്ലാം തന്നെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഇടപെടൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും വേണ്ടത് ഇതിൽ എന്താണ് ഇനി അടുത്ത നടപടി എന്നത് മന്ത്രിയുടെ അടക്കമുള്ള ഉന്നതതല യോഗത്തിൽ വളരെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത് കുടിവെള്ളക്ഷാമമാണ്. അതെങ്ങനെ മറികടക്കും എന്നതാണ് അടുത്ത വിഷയം. കാരണം സ്വതവേ ഇവിടെ കൊച്ചി മേഖലയിൽ കുടിവെള്ള വിതരണം തന്നെ കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ്
ഇത്രയും 30% മേഖല അവിടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും അത്തരം ഒരു സത്വരമായ ഇടപെടലിലേക്കും നടപടികളിലേക്കും ഉടൻ തന്നെ നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർ അതിനുള്ള നിർദ്ദേശമടക്കം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ ഇടപെടൽ നടത്തണം എന്നത് അത് ഇനിയിപ്പോൾ മന്ത്രിതല യോഗത്തിന് ശേഷം അടുത്ത നടപടി എന്തെന്ന് 11 മണിക്ക് യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഏതാണ് ആദ്യത്തെ പരിഗണന കുടിവെള്ള വിതരണം അത് തടസ്സപ്പെടാതെ അത് ലഭ്യമാക്കുക എന്നത് തന്നെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതുകൂടി ആണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ആളുകൾ ഈ വിഷയം, ഇതിൻ്റെ ഒരു അപകടാവസ്ഥ, അതിൻ്റെ ഒരു രൂക്ഷത എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒപ്പം ഇതിപ്പോൾ ഈ കാണുന്ന ടാങ്ക് തമ്മനത്തെ കുടിവെള്ള വിതരണ സംഭരണശാല എന്നെല്ലാം തന്നെ പറയാവുന്നൊരിടമാണ്. ഇതാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് വലിയ രീതിയിൽ ഇത് സ്റ്റോർ ചെയ്താണ് വിതരണം നടത്തുന്നത്. ആലുവയിൽ നിന്ന് ശുദ്ധജല വിതരണം ഇവിടെ സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ പമ്പ് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് വിതരണം നടത്തുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ഭാഗമാണ്, ഭിത്തിയാണ് ഇടിഞ്ഞത്. ആ ഭിത്തിയുടെ നമ്മൾ കാണുന്നതാണ് അതിൻ്റെ ചുറ്റുമതിൽ, ഈ ടാങ്കിൻ്റെ സംരക്ഷണ കവചം അത് ഇടിഞ്ഞ് താണത്. ഇതിപ്പോൾ നേരത്തെ ഔദ്യോഗികമായി ഇവർ അറിയിച്ചത് ഇതിൻ്റെ തറഭാഗം അത് താഴേക്ക് ഇരുന്നു, അതുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു വിള്ളൽ രൂപപ്പെട്ടത് എന്നതാണ്. തീർത്തും അപകടാവസ്ഥയിലായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിലൂടെ വെള്ളം പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇതിൻ്റെ മറുഭാഗമുണ്ട്, ഈ ടാങ്കിൻ്റെ ആ ഭാഗത്ത് ഇപ്പോഴും വെള്ളം സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഒരു ആശങ്ക അത് എത്രമാത്രം അതിന് ഉറപ്പ്, ഇലാസ്തികത എല്ലാം നിലനിർത്താൻ പറ്റുന്നു എന്നതാണ്. അതിൽ സാങ്കേതിക വിദഗ്ധരടക്കം ഇവിടേക്ക് പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളൊരു പരിശോധനയും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. കുടിവെള്ള വിതരണം പഴയ രീതിയിൽ എത്രയും പെട്ടെന്നാക്കുക എന്നതാണ് പ്രഥമ പരിഗണന എന്നതാണ് MLA-മാരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 11 മണിക്കാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉന്നതതല യോഗം ചേരുക. അതിനുശേഷം ഇപ്പോൾ രൂപപ്പെട്ട പ്രതിസന്ധി അത് ഏത് രീതിയിൽ മറികടക്കാൻ കഴിയുമെന്നത് സംബന്ധിയായ കാര്യങ്ങളിലും വിശദീകരണമുണ്ടാകും. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് അവിടുത്തെ തമ്മനത്തെ ആ ഭീതിതമായ കാഴ്ചകളും സാഹചര്യങ്ങളും ആ ജനങ്ങളുടെ ദുരിതവും ഒക്കെ കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ഡാനി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ, തകർന്നു വീണാൽ ഇത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് നമ്മളിപ്പോൾ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും കൊച്ചി പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടും എന്നതൊരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ആലോചിച്ച് തീരുമാനിക്കുക, പരിഹാരം കാണുക. പക്ഷേ അതേസമയം അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അപകടാവസ്ഥയിലായിട്ടുള്ള, കാലപ്പഴക്കം ചെന്ന ഒരുപാട് വാട്ടർ ടാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലായുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാട്ടർ ടാങ്കുകളുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു ചർച്ച നിയമസഭയിൽ വന്നിരുന്നു. 14ാം സമ്മേളനത്തിലായിരുന്നു വന്നത്. അതിൽ പൊതുജന ആരോഗ്യത്തിന് ഗുരുതര ഭീഷണിയാകുന്ന സാഹചര്യമോ കാലപ്പഴക്കം മൂലം തകർന്നു വീഴുന്ന സാഹചര്യമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ടാങ്കുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കും എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അത്തരത്തിൽ കാലപ്പഴക്കം ചെന്നൊരു ടാങ്കാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്കിൽ പോവുകയായിരുന്ന വടക്കോട്ടത്തറ സ്വദേശി ജയറാം, മേലേക്കോട്ടത്തറ സ്വദേശി ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ആക്രമണം. வண்டியில் வந்துட்டு இருந்தோம், இறக்கத்தில் வந்துட்டு இருக்கிறப்ப 2 சிறுத்தை அந்த செவுத்து மேலே இருந்தது. அந்த செவுத்து மேலே இருந்தது ஒன்று பம்பி எங்களை பார்த்தனையுமே பம்பி செடிக்குள்ளே போயிடுச்சு.
அந்த செடிக்குள்ளே போனது தான் நாங்கள் பயந்துட்டு தான் அந்த செவுத்து மேலே இருக்கிறத பார்த்துட்டு நாங்கள் கத்துனா அது போயிருன்னு நினச்சிட்டு நாங்கள் வண்டியில் வந்துட்டு இருந்தோம். கரெக்டாக வர்றப்போ அந்த செகண்டும் செடிக்குள்ளே இருந்து பாஞ்சு வந்ததுமே இவன் காலை பிடிச்சிருச்சு. நகத்தோட பிடிச்சி நான் முறுக்கிட்டு நாங்கள் வாட்டுக்கு வந்துட்டோம். വന്നനമേ ഇങ്ങനെ ആസ്പത്രിയിൽ വന്നിട്ടുണ്ട്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണോ ഈ ആക്രമണം നേരിട്ടത്? ചേർന്നുള്ള പ്രദേശം തന്നെയാണ്. എന്നാലും അതിന്റെ ഉള്ളിൽ 2-3 ആദിവാസി ഊരുകളുണ്ട്. അവിടേക്ക് പോകുമ്പോഴാണ് ഇന്നലെ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായത്. 2 പുലികളുണ്ട് എന്നാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടവർ പറയുന്നത്. അത് ബൈക്കിൽ പോവുകയായിരുന്ന സമയത്താണ് പുലി ആക്രമിച്ചതും. അപ്പൊ സമീപത്തുള്ള പൊന്തക്കാട്ടിലേക്ക് ഒരു പുലി പാഞ്ഞ് അതിലേക്ക് ഒളിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇവർ ഒച്ച വെച്ച് പുലിയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആണ് പിന്നെയും വീണ്ടും ആ ഒരു പുലി വന്നിട്ട് ഇവരെ ആക്രമിച്ചത്. ആക്രമിക്കപ്പെട്ട അവർ ഇപ്പോൾ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പരിക്കുകൾ ഗുരുതരമല്ല. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖല തന്നെയാണ്, അവിടെ തന്നെയാണ് ഈ 2 പുലിയെ കണ്ടു എന്ന് ഈ ആക്രമണത്തിന് ഇരയായ ആളുകൾ പറയുന്നത്. അത് വലിയ ആശങ്കാജനകം തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തിയ ഡോക്ടർമാരുടെ സംഘം ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും. ജോയിന്റ് DMEയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ വേണുവിന് നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട്. കേസ് ഷീറ്റിലും ചികിത്സ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണുവിന്റെ കുടുംബം. എസ് വിനീഷ് അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരും. DMEക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഒരു അന്തിമമായ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ആ റിപ്പോർട്ടാണ് ആരോഗ്യമന്ത്രിക്ക് കൈമാറുക. അതിനുശേഷമാകും ഈ വിഷയത്തിൽ എന്ത് തുടർ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SITയിലെ പ്രസവശേഷം ആരോഗ്യനില മോശമായ യുവതി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് അണുബാധയുണ്ടായെന്ന വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ചികിത്സാ പിഴവെന്ന ആരോപണത്തിൽ കുടുംബാംഗങ്ങളും ഉറച്ചു നിൽക്കുന്നു. സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ സർക്കാരിന് സമർപ്പിച്ചേക്കും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ച. ശമ്പള കുടിശ്ശിക അനുവദിക്കുക എന്നതാണ് ഡോക്ടർമാർ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകും. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മാരകായുധങ്ങളുമായി നടു റോഡിൽ 3-അംഗ സംഘത്തിന്റെ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. അക്രമികളെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ടല്ലേ? ഇവർ ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആളുകളോ മറ്റോ ആണോ? ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം മണ്ണഞ്ചേരി ജംഗ്ഷനിൽ വെച്ച് ഉണ്ടാകുന്നത്. പ്രതികളിൽ ഒരാൾ കുടുംബസമേതം പോയപ്പോൾ റോഡരികിൽ നിന്ന് ആരോ കളിയാക്കി എന്ന് പറഞ്ഞാണ് ഈ സംഭവങ്ങളുടെ തുടക്കമാകുന്നത്. അതായത് അവർ പോയതിനു ശേഷം പിന്നീട് വീട്ടിൽ കൊണ്ട് വാഹനം വെച്ച് തിരികെ 3 സഹോദരങ്ങളുമായി എത്തുകയായിരുന്നു. അങ്ങനെ ഈ 3 സഹോദരങ്ങൾ ചേർന്നാണ് ഈ നടു റോഡിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. ജംഗ്ഷനിൽ നിന്ന ആളുകളെ എല്ലാവരെയും തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൽ തന്നെ 4 പേർക്ക് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. കയ്യിൽ ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ഒരാൾക്ക് 2 കേസുകൾ നേരത്തെ ഉള്ളതാണ് എന്നാണ് മണ്ണഞ്ചേരി പോലീസ് പറയുന്നത്.
ഇവരുടെ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാളുടെ തലയ്ക്ക് ഉൾപ്പെടെ, അതായത് മൂക്കിന്റെ എല്ല് ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള അടി ഒരാൾക്ക് ഏറ്റിട്ടുണ്ട്. അത്തരത്തില് തലയ്ക്ക് ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ഒരാൾ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും ബാക്കിയുള്ളവർ മുഹമ്മ താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിലേക്ക് തിരികെ എത്തിയ ഇവരുടെ അക്രമം കണ്ട് ചോദ്യം ചെയ്തവരെ ഉൾപ്പെടെ അടിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് രാത്രി 11 മണിയോടെയായിരുന്നു ഈ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായത്. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത പ്രതികളുമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ കസ്റ്റഡിയിലേക്ക് പോലീസ് ഇവരെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ആളുകളെ അടിച്ച ശേഷം കയ്യിലിരുന്ന ആയുധം കൊണ്ട് പോലീസിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ അത്രയും കൂസലില്ലാതെയാണ് ഇവര് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരുടെ പേരിൽ FIR ഒന്നും വീണിട്ടില്ല, കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് ഈ സംഭവം. ഇന്നലെ കളിയാക്കിയെന്ന് ആരോപിച്ച് 3 സഹോദരങ്ങൾ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നവരെ എല്ലാം എത്തി ആക്രമിക്കുകയായിരുന്നു. എന്തായാലും പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിലെ മുഖ്യപ്രതികളായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രണ്ടുപേരെയും ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. അതേസമയം സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെതിരെ SITയുടെ തുടർ നീക്കം വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മണ്ഡലകാലം തുടങ്ങുന്ന 17-ന് മുൻപ് സന്നിധാനത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനെയും അംഗമായി മുൻ മന്ത്രി K. രാജുവിനെയും നിയമിച്ച് ഉടൻ ഉത്തരവിറങ്ങും. CPM നോമിനിയായാണ് ജയകുമാർ ബോർഡിന്റെ തലപ്പത്ത് എത്തുന്നത്. CPIയുടെ പ്രതിനിധിയായാണ് K. രാജു എത്തുന്നത്. നിയമന ഫയലിൽ ഒപ്പിട്ട ശേഷം വിജ്ഞാപനം പുറത്തിറങ്ങും. നിലവിലെ ബോർഡിന്റെ കാലാവധി 12-ന് അവസാനിക്കും. 13-ന് പുതിയ പ്രസിഡന്റും അംഗവും ചുമതല ഏറ്റെടുക്കും. US ഷട്ട്ഡൌൺ അവസാനിക്കുന്നു. സെനറ്റിൽ ഡെമോക്രാറ്റ് പാർട്ടിയുമായി ധാരണയായതോടെയാണ് 40 ദിവസം നീണ്ട ഷട്ട്ഡൌണിന് അന്ത്യം കുറിക്കുന്നത്. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ല് അവതരണത്തെ പിന്തുണച്ചു. ജീവനക്കാരുടെ പിരിച്ചുവിടൽ മരവിപ്പിക്കും. എന്നാൽ ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഉടനില്ലെന്നാണ് അറിയിപ്പ്. അജയ് സുധ ബിജു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതെങ്ങനെയാണ് സാധ്യമായത്? ഈ ബില്ല് എങ്ങനെ പാസ്സായി? ആര്യ, നമുക്കറിയാം US-ലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൗണിനാണ് നിലവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. 40 ദിവസങ്ങളോളം നീണ്ട് ഈ ഷട്ട്ഡൗൺ മുന്നോട്ട് പോയിരുന്നു. ഇതോടെ രാജ്യത്തിൻ്റെ പല മേഖലകളും കടുത്ത പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. നമ്മൾ കണ്ടിരുന്നു വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നിരവധി ജീവനക്കാരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇത് കാരണം ഇവർക്ക് നിരവധി പേർക്ക് ശമ്പളം ലഭ്യമായില്ല. അതുപോലെ തന്നെ ഭക്ഷ്യപ്രതിസന്ധി രാജ്യത്ത് അത് രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ സർക്കാരിൻ്റെ അടിയന്തരമായിട്ട് നടക്കേണ്ട പല ആവശ്യങ്ങളും അത് നടക്കാതെ പോകുന്ന ഒരു ചുറ്റുപാടെല്ലാം അമേരിക്കയിൽ സംജാതമായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ അവരും പ്രതിസന്ധി നേരിടുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഡെമോക്രാറ്റ് അംഗങ്ങൾ അവരൊരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ അവർ തന്നെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ പലരും ഇപ്പോൾ എക്സിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. തങ്ങൾ ഇത് പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല, ഇതൊരു വിട്ടുവീഴ്ചയല്ല. തങ്ങൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ടാക്സിൻ്റെ ആ ഒരു ടാക്സ് ഇളവ് അത് സംബന്ധിച്ച ആ ഒരു ആവശ്യത്തിൽ നിന്ന് തങ്ങൾ ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. ഈ ആരോഗ്യ പരിരക്ഷ നികുതി ഇളവ് തങ്ങളുടെ ആവശ്യം അത് പരിഗണിക്കുക തന്നെ വേണം. ആ ആവശ്യം തങ്ങൾ ഇനിയും ഉന്നയിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഈ സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ അത് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇപ്പോൾ നിലവിൽ ഇത്
അംഗീകരിച്ചു കൊടുക്കുന്നത് എന്നാണ് ഡെമോക്രാറ്റുകൾ പറഞ്ഞത്. നിലവിൽ ട്രംപ് ഈ ചർച്ചയ്ക്ക് ട്രംപും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് അത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് റിപ്പബ്ലിക്കൻസിനോട് ട്രംപ് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഒരു ന്യൂക്ലിയർ ആക്ഷന് തയ്യാറാകണം, ഇത്തരത്തിൽ ഈ ഒരു 60 പേർ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു നിയമം അത് ഉൾപ്പെടെ എടുത്തു കളയാനായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോകണം എന്നുൾപ്പെടെ കടുത്ത ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. ട്രംപും ചർച്ചയ്ക്ക് വഴങ്ങുന്നു. അത് തീർച്ചയായിട്ടും അമേരിക്കയിൽ ഉടലെടുത്ത പുതിയ സാഹചര്യങ്ങൾ കൂടി കണക്കാക്കിയാണ്. ഇപ്പോൾ US-ൽ ഇപ്പോൾ മംദാനിയുടെ വിജയം ഉൾപ്പെടെ അത് ഒരു ഘടകമായിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾക്ക് രാജ്യത്ത് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ഇപ്പോൾ നടന്ന ഈ മേയർമാരുടെ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ നിരവധി സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഈ ഡെമോക്രാറ്റുകളുടെ ആശയങ്ങൾക്ക് രാജ്യത്ത് വലിയൊരു പിന്തുണ ലഭിക്കുന്നു എന്നൊരു തോന്നൽ അത് ട്രംപിനുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ട്രംപും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസും തയ്യാറായത്. ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാകും, ഇപ്പോൾ യാതൊരുവിധ ഭയത്തിൻ്റെയും ആവശ്യമില്ല എന്ന് അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. ഇപ്പോൾ അത് സെനറ്റിൽ ബില്ല് പാസ്സായിരിക്കുകയാണ്. 40-60 എന്നീ വ്യത്യാസത്തിലാണ് സെനറ്റിൽ നിലവിൽ ഈ ധനാനുമതി ബില്ല് പാസ്സായിട്ടുള്ളത്. ഇതിന് ശേഷം ഇനി 2 ഘട്ടങ്ങൾ കൂടി ഇത് പാസ്സാക്കേണ്ടതുണ്ട്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഈ ബില്ല് അടുത്ത ഘട്ടത്തിൽ പാസ്സാകണം. അതിനുശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഒപ്പുവയ്ക്കണം. അപ്പോൾ ഇത്തരത്തിൽ 2 ഘട്ടങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പാസ്സാവുകയുള്ളൂ. ഇതിൻ്റെ മറ്റ് 2 നടപടികളും ഉടൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിലവിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ഈ ബില്ല് പാസ്സായിട്ടുള്ളത്. എന്നാൽ ഇതൊരു താൽക്കാലിക ആശ്വാസമാണെന്ന് കൂടി പ്രേക്ഷകരോട് എടുത്ത് പറയേണ്ടതുണ്ട്. കാര്യം ഇതിപ്പോൾ ജനുവരി 31 വരെ മാത്രമാണ് ഈ ഒരു പുതിയ ഒരു ബില്ലിന് അനുമതിയുള്ളത്. ഈ ബില്ലിൻ്റെ ഇത് വെച്ചിട്ട് ഈ പിരിച്ചുവിട്ട സർക്കാർ ജീവനക്കാരെ തിരിച്ചു വിളിക്കാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ സബ്സിഡി പദ്ധതി അത് ഉടൻ പുനരാരംഭിക്കാൻ ധാരണയായിട്ടുണ്ട്. ഭക്ഷ്യസഹായം, അതുപോലെ തന്നെ വെറ്റേണർമാരുടെ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയ്ക്ക് നൽകുന്ന ധനസഹായം, ഇതെല്ലാം ഈ ഒരു പുതിയ ബില്ലിലുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ നടന്നു പോകാൻ തക്കവണ്ണമുള്ള ഈ ഭക്ഷ്യ സബ്സിഡികൾ, അതുപോലെ തന്നെ ജീവനക്കാരെ തിരിച്ചു വിളിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കൽ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കുള്ള അടിയന്തര സഹായം മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതും ജനുവരി 31 വരെ മാത്രം. ജനുവരി 31 വരെ മാത്രമാണ് ഇപ്പോൾ അംഗീകരിച്ച് പാസ്സായ ബില്ലിലുള്ളത്. എന്നാൽ പൂർണ്ണമായിട്ട് 1 വർഷത്തേക്കുള്ള ബില്ലല്ല ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. അതിന് ഡെമോക്രാറ്റുകൾ വയ്ക്കുന്ന വ്യവസ്ഥ തീർച്ചയായിട്ടും ഈ ആരോഗ്യ പരിരക്ഷ, അതിനകത്ത് ഈ നികുതി ഇളവ് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ്. അത് പൂർണ്ണമായിട്ട് റിപ്പബ്ലിക്കൻസ് അംഗീകരിച്ചിട്ടില്ല. അതിൽ ചർച്ചയാകാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അതിലും വൈകാതെ തന്നെ റിപ്പബ്ലിക്കൻസ് വഴങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസമായ നടപടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ദീർഘകാലമായി, അതായത് ഒരു 40 ദിവസമായി നീണ്ടു നിന്ന ഷട്ട് ഡൗണിന് അങ്ങനെ പര്യവസാനമാവുകയാണ്. ബില്ല് പാസ്സാകുന്നു. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചതോടുകൂടിയാണ് ബില്ല് പാസ്സാവുന്നത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. നാളെയാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. 122 മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. നവംബർ 6-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 121 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. 64.46% പോളിംഗ്. നാളെ വൈകിട്ട് മുതൽ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവരും. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ നിങ്ങളെ പറ്റിച്ച പോലെ സലീംക പറ്റിക്കില്ല. ഇങ്ങനെ പറയുന്നത് മെസ്സി തന്നെയാണ്. ലയണൽ മെസ്സിയല്ല, ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2ാം വാർഡ് സ്ഥാനാർത്ഥി KP സലീമിന് വേണ്ടി AI വഴി നിർമ്മിച്ച മെസ്സിയാണെന്ന് മാത്രം. മലപ്പുറം ഒതുക്കുങ്ങലിൽ നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച പോലെ സലീംക നിങ്ങളെ പറ്റിക്കില്ല. നാടിന്റെ വികസന തുടർച്ചയ്ക്കും മുന്നേറ്റത്തിനും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2ാം വാർഡ് സ്ഥാനാർത്ഥി KP സലീം സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക. ലയണൽ മെസ്സി മലയാളത്തിൽ വോട്ട് ചോദിച്ചത് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 2ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ KP സലീമിന് വേണ്ടി.
സലീമിക്ക തന്നെ ചേരുന്നുണ്ട്. സലീമിക്ക, ഒരൊറ്റ പരസ്യം കൊണ്ട് അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ കൊണ്ട് ഇപ്പോൾ ഈ വാർഡിൽ മാത്രമല്ല എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു അവസ്ഥയല്ലോ. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിക്കാത്തതാണ്, ഇത്രയും വൈറലാവുന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ 24 മണിക്കൂറായപ്പോഴത്തിന് 1 മില്യൺ കടന്നു എന്നാണ് കാണിക്കേണ്ടത്. ഇന്നത്തെ ഞങ്ങൾ നോക്കിയിട്ടില്ല ഇന്നലെ വരെ. അതുപോലെ മെസ്സിനെ വെച്ച് ചെയ്യാനുള്ള കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മന്ത്രി അബ്ദുറഹ്മാൻ നമ്മളെ പറ്റിച്ചു. അതായത് 2 പ്രാവശ്യം മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല. കുട്ടികളൊക്കെ നിരാശയിലാണ്. അപ്പം ഞാനിവിടെ മത്സരിച്ചിട്ട് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നെക്കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങൾ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇന്നെക്കൊണ്ട് കഴിയണ വാഗ്ദാനങ്ങൾ എൻ്റെ ആയുസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതി മതം നോക്കാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. പിന്നെ ഞാനിവിടെ എൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളത് എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യമാണ്. എൻ്റെ 5 വർഷ ശമ്പളം ഞാൻ ഈ നാട്ടിൽ ഒരുപാട് ഈ 2ാം വാർഡിൽ ഒരുപാട് രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ക്യാൻസർ, കിഡ്നി രോഗികൾ, ഇവർക്ക് കൊടുക്കുക എന്നുള്ള ഞാൻ ഈ 5 വർഷത്തെ ശമ്പളം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് അതുകൊണ്ട് 1 ഉറുപ്പ്യം വേണ്ട. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് 1 ഉറുപ്പ്യം വേണ്ട. പക്ഷേ നമുക്ക് അബ്ദുറഹ്മാൻ ഇത് പറ്റിച്ചതുകൊണ്ട് നമ്മൾ മെസ്സിനെ വെച്ച് കാണ്ടേനെ ഞാൻ ഈ 2ാം വാർഡിൽ ഒരാളെയും പറ്റിക്കൂല. ഈ AI വന്നുകൊണ്ട് ഇപ്പം നമ്മൾ മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള പ്രചരണമാണല്ലോ ഇക്കുറി ഉണ്ടാവുക. അതിലിപ്പോൾ ആദ്യം തന്നെ മെസ്സി ഇറക്കിയിട്ട് നിങ്ങൾക്ക് പ്രചരണത്തിന് ഒരു മുൻതൂക്കം കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? കുറച്ച്, അതായത് ഞാനിപ്പോൾ പര്യടനം നടത്തി ഏകദേശം 1 റൗണ്ട് പൂർത്തിയായി. 1 റൗണ്ട് ഇപ്പോൾ നല്ല അനുകൂലങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ സ്ഥാനാർത്ഥി ഇവിടെ ഫൗസിയ പാലേരി 300 വോട്ടിന്, ഞങ്ങൾ 8 വോട്ടിന് ലീഡ് തുടങ്ങിയതാണ് ഇവിടെ. ഇന്നിപ്പോൾ അത് 300 വോട്ടാണ്. അത് ഞങ്ങൾ 500 ആക്കാൻ പറ്റുന്നുള്ളതിലാണ്. ഞാൻ ഇതുവരെ 1 റൗണ്ട് പൂർത്തിയായപ്പോൾ എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും, ഇടതുപക്ഷ ഭാഗത്തുനിന്നും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഭാഗത്തുനിന്നും എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. മെസ്സിക്ക് പുറമെ വേറെ കളിക്കാരൊക്കെ ഇറക്കേണ്ടി വരും? അങ്ങനെയില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു മെസ്സിനെ മാത്രം ആരാധിക്കണമല്ല, നമ്മളൊരു ഫുട്ബോൾ പ്രേമിയാണ്. നെയ്മർ, എംബാപ്പ, റൊണാൾഡോ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മെസ്സിനെ തിരിക്ക് വലിച്ചിട്ടുള്ള കാരണം മെസ്സിനെ വെച്ചിട്ടാണ് മന്ത്രി നമ്മളെ ശരിയാക്കിയത്. അപ്പോൾ അത് വെച്ച് കണ്ടാണ് മെസ്സിനെ വിട്ടുകൊടുത്തത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വെച്ച് കണ്ട് നമ്മളെ ചെയ്യണില്ല. ഇപ്പോൾ ഈ മീഡിയ വിങ്ങിൻ്റെ ബാക്കിൽ നമ്മൾ KMCCൻ്റെ കുട്ടികളും ഇവിടുത്തുള്ള ഒരു 40ഓളം ആൾക്കാരാണ് ഈ മീഡിയ വിങ്ങിലുള്ളത്. അതിലിതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് മുനീർ എന്ന ആളാണ് ഇതിൻ്റെ അഡ്മിനും കാര്യങ്ങളും. അപ്പോൾ നമ്മളെ സംഘടനക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ഇത് വിജയം വരട്ടെ എന്നുള്ളതിൽ പരമ്പരാഗത രീതികൾക്കപ്പുറത്ത് പ്രചരണത്തിന് പുതിയ വഴികൾ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ. അതെ, പുതിയ വഴികൾ. ഇന്നത്തെ യുവാക്കൾക്ക് ആവശ്യം അതാണല്ലോ. പഴയ കാലങ്ങളൊക്കെ പോയില്ലേ. അപ്പം പുതിയ ഒരു വഴി കണ്ടെത്തുക, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. പല പ്രശ്നങ്ങളും നമ്മുടെ വാർഡിലുണ്ട്. ഏകദേശം 3 കോടിൻ്റെ വികസനം പഞ്ചായത്തിൻ്റെ ഫണ്ടേനെ ഈ വാർഡിൽ മുൻ മെമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് തുടർന്ന് പോകണം. അതിനുള്ള ഒരു ഇതിലാണ്, പരിശ്രമത്തിലാണ്. ആണെങ്കിലും എയുടെ കാലത്ത് ഇനിയും ഒട്ടേറെ ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം. മെസ്സിക്ക് പുറമെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ നെയ്മറും ഒക്കെ വോട്ട് ചോദിക്കാൻ സാധ്യത. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 2ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഇപ്പോൾ ഈ വാർഡിൽ മാത്രമല്ല കേരളം മുഴുവൻ വൈറലാണ്. അഖിലോട്ട് വർഗപ്പം CB അനുമോദ്, News 18. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ കാണാം. ന്യൂസ് ട്രെൻഡ്സ്.